ദൈവത്തിന് മഹത്വം. നിങ്ങൾക്കല്ലേ സ്നേഹവന്ദനം. ഇത് ഇന്ന് അവൻ്റെ ശബ്ദം. നിങ്ങളോടുള്ള അവൻ്റെ വചനം നിവർത്തിക്കും. യിരെമ്യാവ് 29:10. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എൻ്റെ വചനം നിവർത്തിക്കുകയുള്ളൂ. യിരെമ്യാവ് 29 14 പ്രാവശ്യം ആവർത്തിക്കുന്നൊരു കാര്യമാണ് ദൈവം പറയുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാടെന്ന്. ദൈവം അരുളി ചെയ്യാതെ പൊടും നനവെ ഒന്നും ചെയ്യുന്നില്ല. ദൈവം ഇത് തൻ്റെ വചനമാണ് എന്ന് നാം അറിയണമെന്നും ആഗ്രഹിക്കുന്നു. ദൈവം യിരെമ്യാവിന് അരുളപ്പാട് കൊടുക്കുന്നു. അതൊരു കത്തിൻ്റെ രൂപത്തിൽ എഴുതി നെബൂഖദ്നേസർ ബാബേലിലേക്ക് പ്രവാസികളായി പിടിച്ചുകൊണ്ടുപോയ ആത്മീയ രാഷ്ട്രീയ നേതൃത്വത്തെ അറിയിക്കുന്നു. ഈ കത്ത് തെറ്റുപറ്റാത്ത ദൈവവചനമല്ലാതെ മറ്റൊന്നല്ല. ഇത് തെറ്റുപറ്റാത്ത ദൈവവചനം ആണ്. മാറ്റമില്ലാത്ത ദൈവവചനമാണ്. ഇത് ചോദ്യം ചെയ്യാനാകപ്പെടാത്ത ദൈവവചനമാണ്. മുഴുവൻ വേദപുസ്തകത്തെയും കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഈ വചനം ദൈവശാസനീയമാണ്. ഈ വചനം അയക്കപ്പെട്ട ദൈവവചനമാണ്. യിരെമ്യാവിൻ്റെയോ നെബൂഖദ്നേസറിൻ്റെയോ വചനമല്ല. ഇത് പകരപ്പെട്ട, പ്രഘോഷിപ്പിക്കപ്പെട്ട ദൈവവചനമാണ്. ഇത് വിവേകത്തിൻ്റെ, പരിജ്ഞാനത്തിൻ്റെ വചനങ്ങളാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ളതാണ്. പത്രോസ് പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച് ജയിക്കുവാനുള്ളതാണ്. അധ്യായം ഇസ്രായേലിന് തിരുത്തുവാനുള്ള ശിക്ഷയുടെ പടിയാണ്. 70 വർഷത്തെ അവരെ അനുസരണം പഠിപ്പിക്കുകയാണ്. യിരെമ്യാവ് ഇത് പ്രവചിക്കുമ്പോൾ 28 അധ്യായത്തിൽ 2 വർഷം കൊണ്ട് മടക്കി വരുത്തുമെന്ന് പ്രവചിച്ച കള്ളപ്രവചകരുടെ കാണാം. ദൈവത്തിൻ്റെ പേരിൽ കള്ളപ്രവചനം. അത് ദൈവം നിവർത്തിക്കുകയില്ല. ദൈവത്തിൻ്റെ വചനം നമുക്ക് മനസ്സിലായില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്കുണ്ട്. വേറെ പ്രവാചകന്മാരുടെ അടുത്ത് നമുക്ക് പോകേണ്ട കാര്യമില്ല. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ദൈവം നിങ്ങളോട് സംസാരിച്ച വചനം നിങ്ങൾക്കായി എഴുതി അയച്ചിരിക്കുന്ന ഈ വചനം അപ്പോസ്തലന്മാരാലും പ്രവാചകന്മാരാലും നമുക്ക് വേണ്ടി ഷെയർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ വചനം, അത് ദൈവം നിവർത്തിക്കുമെന്ന്, അതിനൊരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയത്ത് അത് നിവർത്തിക്കുമെന്ന് ദൈവം ഇവിടെ യിരെമ്യാവിനോട് പറയുകയാണ്. തൻ്റെ വചനം, നമ്മളോടുള്ള തൻ്റെ വചനം നിവർത്തിക്കുന്ന ദൈവത്തിന് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ.